അഞ്ചാമത്തെ വരിയാണ് നമുക്ക് പറയാനുള്ളത്. ബാവാമുദുവിന് കുതുബായി വന്നോവർ ബാനം മാതളിലും കേളി നിറഞ്ഞോവർ. ബാവ എന്ന് പറഞ്ഞാൽ ഉപ്പ, പിതാവ് എന്നൊക്കെയാണ് അർത്ഥം. ബാവ മുതുവിൻ എന്ന് പറഞ്ഞാൽ ഉപ്പാന്റെ മുതുകിലാകുമ്പോൾ കുതുബായി വന്നോവർ അഥവാ ഉപ്പാന്റെ മുതുകിൽ ആ ആത്മീയ ലോകത്ത് വെച്ച് തന്നെ മഹാനവറുകൾ കുതുബായിരുന്നു. ഉപ്പയുടെ ബീജം മാതാവിലേക്ക് പകരുന്ന സമയത്ത് തന്നെ മഹാനവറുകൾ കുതുബായിരുന്നു എന്നാണ് പറയുന്നത്. ബാനം, ബാനം എന്ന് പറഞ്ഞാൽ ആകാശത്തും അതേളിലും, അതേളിൽ എന്ന് പറഞ്ഞാൽ 7 ആകാശത്തും കേളി, പ്രശസ്തി, കേളി എന്ന് പറഞ്ഞാൽ പ്രശസ്തി നിറഞ്ഞവർ. അപ്പോ 7 ആകാശത്തും അവരുടെ പ്രശസ്തി നിറഞ്ഞവരാണ്. അതുപോലെ ഉപ്പയുടെ ബീജം ഉമ്മയിലേക്ക് പകരുമ്പോൾ തന്നെ മഹാനവറുകൾ കുതുബാണ് എന്നാണ് ഈ വരിയിലൂടെ പറയുന്നത്. ഈ വരി ഒരുപാട് ചർച്ച ചെയ്യാനുള്ളതും പല പ്രധാനപ്പെട്ട വിഷയങ്ങളും ഇതിൽ പറയാനുണ്ട്. ഒരു പക്ഷേ ഈ വീഡിയോയിൽ നമുക്ക് ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഇൻഷാ അല്ലാഹ് പൂർത്തിയാവുകയാണെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് നിർത്താം. അല്ലെങ്കിൽ അടുത്ത ഒരു വീഡിയോ കൂടി ഈ വരി ചർച്ച ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരായ ആളുകൾക്കിടയിൽ പല വ്യത്യാസങ്ങളുമുണ്ട്. സാധാരണക്കാരിൽ തന്നെ ചില ആളുകൾക്ക് വലിയ മഹത്വമുള്ളതും ചിലത് മഹത്വമില്ലാത്തവരുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ തങ്ങന്മാരെ ബഹുമാനിക്കും, തങ്ങന്മാർക്ക് വലിയ സ്ഥാനമുണ്ട്. അതുപോലെ പണ്ഡിതന്മാരെ നമ്മൾ ബഹുമാനിക്കും, ഉസ്താദുമാരെ, ഖത്തീബുമാരെ, മുദരിസുമാരെ ഇവരെ നമ്മൾ ബഹുമാനിക്കും. അവരല്ലാത്തവർക്ക് അവർക്ക് നൽകുന്ന സ്ഥാനം നമ്മൾ നൽകാറില്ല. അങ്ങനെ മഹത്വം നമ്മൾ സാധാരണക്കാർക്കിടയിൽ തന്നെ ഏറ്റ വ്യത്യാസമുണ്ട്, ആദരവിന്റെ വിഷയത്തിൽ ഏറ്റ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇതുപോലെ അസാധാരണക്കാരായ ആളുകൾക്കിടയിലും ഏറ്റ വ്യത്യാസമുണ്ട്. അമ്പിയാക്കന്മാർക്കിടയിൽ തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. 1,00,000 ചില്ലാനം അല്ലെങ്കിൽ അതിലേറെ ഒരുപാട് പ്രവാചകന്മാർ, ഒരുപാട് നബിമാർ ഈ ലോകത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ എല്ലാ നബിമാരും ഒരേ പദവി അലങ്കരിച്ചവരല്ല. അവർക്കിടയിൽ വലിയ ഏറ്റ വ്യത്യാസമുണ്ട്. നമുക്കറിയാം നബിമാരിൽ തന്നെ വലിയ പവറുള്ളവരാണ് മുർസലുകൾ എന്ന് പറയുന്നവർ. ആ മുർസലീങ്ങളിൽ തന്നെ വിശുദ്ധ ഖുർആൻ പേരെടുത്തു പറഞ്ഞ 25 പ്രവാചകന്മാർ അത് വലിയ മഹത്വമുള്ളവരാണ്. ആ 25ൽ തന്നെ ഉലുൽ അസ്മ എന്ന് പറയുന്ന വലിയ നിശ്ചയദാർഢ്യത്വമുള്ള മഹാന്മാരാകുന്ന പ്രവാചകന്മാർ, ആ 5 പ്രവാചകന്മാർ വലിയ മഹത്വമുള്ളവർ, അവരെക്കാളും മഹത്വമുള്ളവരാണ്. ഈ ഉലുൽ അസ്മിൽ തന്നെ ആ മുർസലുകളിൽ തന്നെ ഏറ്റവും വലിയ നേതാവാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പൊ അതിൽ തന്നെ വലിയ സ്ഥാന വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും അസാധാരണക്കാർക്കിടയിൽ. അതുപോലെ തന്നെ അസാധാരണക്കാരാണല്ലോ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, അവർക്കിടയിലും സ്ഥാന വ്യത്യാസം എമ്പാടുമുണ്ട്. ഈ വിഷയത്തിൽ മഹാനായ ഷഹറാനി ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ വാഖീത്തിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെ കാണാം നമുക്ക്. അതായത് ഔലിയാക്കന്മാരിൽ വലിയ സ്ഥാനമുള്ളവരാണ് ഖുതുബ് എന്ന് പറയുന്നത്. അവരാണ് ഔലിയാക്കന്മാർ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തുള്ളത്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും മഹത്വമുള്ളവർ സ്വഹാബത്തെ കിറാമാണ്. സ്വഹാബത്ത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ ഔലിയാക്കന്മാരുള്ളൂ. ഏറ്റവും വലിയ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ സ്വഹാബത്താണ്. ഈ സ്വഹാബത്തിന്റെ വിഷയത്തിൽ എടുത്തു നോക്കിയാൽ നമുക്ക് ഏറ്റ വ്യത്യാസം കാണാൻ കഴിയും. സ്വഹാബത്തിൽ 10 സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമി ലോകത്ത് വെച്ച് തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച അശറത്തുൽ മുബശ്ശറ എന്ന് പറയുന്ന 10 സ്വഹാബത്തുണ്ട്. അതുപോലെ തന്നെ ആ 10 സ്വഹാബത്തിൽ തന്നെ ഖുലഫാ ഉർ റാഷിദീങ്ങൾ എന്ന് പറയുന്ന 4 ഖുലഫാ ഉർ റാഷിദീങ്ങളുണ്ട്. അവർക്ക് വലിയ മഹത്വമുണ്ട്. ആ 4 ഖുലഫാ ഉർ റാഷിദിൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് 1ാം സ്ഥാനവും വലിയ മഹത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അമ്പിയാക്കന്മാരും കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹത്വമുള്ള വ്യക്തിത്വമാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അപ്പോൾ സ്വഹാബത്തിന്റെ ഇടയിലും ഈ ഏറ്റ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്കിടയിലും ഈ ഏറ്റ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട ഷഹറാനി ഇമാമ് അവിടുത്തെ യവാഖീത്തിൽ പറയുന്നത് കാണാം. അൽ മബഹസുൽ ഖാമിസ് വൽ അർബഊൻ ഫി ബയാനി അൻ അക്ബർ അൽ ഔലിയാഇ ബഅദ സ്വഹാബത്തി റളിയല്ലാഹു അൻഹും. ആണോ, സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിന് ശേഷം ഏറ്റവും വലിയ വലിയാകുന്നത് അൽ ഖുതുബ്. ഔലിയാക്കളിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളത് അൽ ഖുതുബ്, ഖുതുബുകൾക്കാകുന്നു. ആരാണ് ഖുതുബ് എന്ന് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം.
അപ്പൊ കുത്തുബുകൾക്കാണ് ഏറ്റവും വലിയ സ്ഥാനം. സുമ്മൽ അഫ്റാദു, പിന്നെ അഫ്റാദ് എന്ന് പറയുന്ന വിഭാഗത്തിനാണ് പിന്നെ വലിയ സ്ഥാനമുള്ളത്. സുമ്മൽ ഔത്താദു, പിന്നെ ഔത്താദുകൾക്കാണ് സ്ഥാനമുള്ളത്. സുമ്മൽ അബ്ദാലു റളിയല്ലാഹു അൻഹും അജ്മഈൻ, പിന്നെ അബ്ദാലുകൾക്കാണ് സ്ഥാനമുള്ളത്. അപ്പൊ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കുതുബുകൾ എന്നറിയപ്പെടുന്ന, കുതുബ് അൽ ഗൗസ് എന്നൊക്കെ അറിയപ്പെടുന്ന വലിയ മഹത്വമുള്ള അവരാണ് ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവർ. അതിനുശേഷമാണ് അഫ്രാദും ഔത്താദും ഒക്കെ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ ഏറ്റവ്യത്യാസം ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, സൂറത്ത് മുജാദലയുടെ 11-ാമത്തെ ആയത്തിൽ, യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അള്ളാഹു ചിലരെ എന്ത് ചെയ്യും, അവർക്ക് അറിവ് കൊണ്ട്, അവർക്ക് നൽകിയ അറിവ് കൊണ്ട് അള്ളാഹു വലിയ പദവി അവർക്ക് നൽകുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഏറ്റവ്യത്യാസം അത് സാധാരണക്കാർക്കിടയിലും അസാധാരണക്കാർക്കിടയിലും നമുക്ക് കാണാൻ കഴിയുമെന്ന് ഈ ഖുർആൻ വാക്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി എന്താണ് കുത്തുബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആരാണ് കുത്തുബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക്, കുത്തുബ് എന്ന് പറയുമ്പോൾ അഗാധമായ ജ്ഞാനമുള്ളവരായിരിക്കും കുത്തുബ് എന്ന് പറയുന്ന സ്ഥാനത്തുള്ളവർ. അതുപോലെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ തുടക്കത്തിലുള്ള ഹാമീം, അലിഫ്ലാമീം, അലിഫ്ലാമീം സ്വാദ്, ഇതുപോലത്തെ ആയത്തുകളുടെ അഗാധമായ ആഴത്തിലുള്ള വിവരങ്ങൾ, അതിനെക്കുറിച്ചുള്ള ആശയങ്ങളും അതിന്റെ അർത്ഥതലങ്ങളെ കുറിച്ചുമുള്ള അറിവുള്ളവരായിരിക്കും കുത്തുബിന്റെ സ്ഥാനത്തുള്ളവർ. അതുപോലെ തന്നെ അവർക്ക് സദാസമയവും അള്ളാഹുമായി, മലക്കൂത്തിയായ ലോകത്ത് എല്ലാ സമയത്തും അവരുടെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിച്ചുകൊണ്ടുള്ള മനസ്സായിരിക്കും. ഒരു സെക്കൻഡ് പോലും അള്ളാഹു അല്ലാത്തതിലേക്ക് അവരുടെ ചിന്ത ഉണ്ടാവുകയില്ല. മുഴുവൻ സമയവും അള്ളാഹുവിലേക്ക് ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്ന മഹാന്മാരാണ് കുത്തുബുകൾ എന്ന് പറയുന്ന സ്ഥാനത്ത് എത്തിയവർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരാൾ കുത്തുബാകുന്നത് എന്നാണ്. ആരാണ് കുത്തുബ് എന്നതിനെ കുറിച്ച് നമുക്ക് ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി എങ്ങനെയാണ് ഒരാൾ കുത്തുബാകുന്നത്, കുത്തുബ് എന്ന സ്ഥാനത്തേക്ക് ഒരാൾ കയറുന്നത് എങ്ങനെയാണ്? ഇന്ന് ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരും വന്നിട്ട് ഞാൻ കുത്തുബാണ്, കുത്തുബ് സമാനാണ്, കുത്തുബ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും മുന്നോട്ട് വരികയാണ്. യഥാർത്ഥത്തിൽ അവന് കുത്തുബ് പോയിട്ട് മുരീദാവാനുള്ള യോഗ്യത പോലും ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകളാണ് ചില ഗുണ്ടായിസം കാണിച്ചുകൊണ്ട് ഞാൻ കുത്തുബാണെന്ന് പറഞ്ഞുകൊണ്ട് പല ഭാഗത്തുനിന്നും കള്ളത്തരീക്കത്തിന്റെ ആളുകളായിട്ട് വരുന്നവര്. അപ്പൊ കുത്തുബ് എന്ന് പറയുന്നത് ഈ വലിയ സ്ഥാനം എത്തിയവർക്കാണ് കുത്തുബ് എന്ന് പറയുന്നത്. അങ്ങനെ കുത്തുബിൽ എന്ന പദവിയിൽ എത്തുന്നത് തന്നെ അതൊരു ഔദ്യോഗിക പദവിയാണെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു യവാഖീത്തിൽ രേഖപ്പെടുത്തുന്നത് ഈ വിഷയം പറയുന്നത് തന്നെ എല്ലാ ഔലിയാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ അവരെ, ഈ ലോകത്തുള്ള എല്ലാവരെയും ആ കുത്തുബിനെ കൊണ്ട് ബൈഅത്ത് ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ കുത്തുബ് ഇത് കുത്തുബാണെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ആലമുൽ അർവാഹിൽ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഇത് അല്ലാഹു നേരിട്ട് തന്നെയാണ് അവരെ കുത്തുബായി പ്രഖ്യാപിക്കുന്നതും കുത്തുബിലേക്ക് അവരെ ഉയർത്തുന്നതും എന്ന് മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു യവാഖീത്തിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഏതൊരാൾക്കും വന്നുകൊണ്ട് ഞാൻ കുത്തുബാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മറിച്ച് അവരുടെ ജീവിത ശുദ്ധിയുടെ, അവരുടെ അഗാധമായ അറിവിലൂടെയും അതുപോലെ തന്നെ അഗാധമായ ശരീരത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് റിയാള വീട്ടി അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരുപാട് കഷ്ടപ്പെട്ട് ഉന്നത സ്ഥാനത്തേക്ക് എത്തുമ്പോഴാണ് ഒരാൾ കുത്തുബാകുന്നത്. അതല്ലാതെ കേവലം ഒരാൾ നേരം വെളുത്തെണീറ്റ് ഞാൻ ഇന്നലെ കുത്തുബായിട്ടുണ്ട് എന്ന് വന്ന് പറഞ്ഞാൽ അത് കുത്തുബാവാൻ മുസ്ലിം ലോകം അദ്ദേഹത്തെ അംഗീകരിക്കുകയില്ല എന്നാണ് ബഹുമാനപ്പെട്ട യവാഖീത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചു. ഇനി ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കുത്തുബാണോ അല്ലേ, മഹാനവറുകൾ കുത്തുബാണെന്ന് ആര് പറഞ്ഞു എന്നതാണ് നമ്മുടെ അടുത്ത ചർച്ച. മഹാനവറുകൾ കുത്തുബാണെന്നുള്ളത് മഹാൻ തന്നെയാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, മഹാനവറുകൾ അതെവിടെ പറഞ്ഞു? ബഹുമാനപ്പെട്ടവര് അവിടുത്തെ കിതാബാകുന്ന ഫുതൂഹുൽ ഗൈബിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അന കുന്തു ഖബലൽ ഖബലി ഖുതുബൻ മുബ്ജല തതൂഫു ബിൽ അക്വാനു വറബ്ബു അസ്മാനി. ഞാൻ പണ്ടക്കും പണ്ടേ കുത്തുബാകുന്നു, എന്നെ ഈ ലോകം മുഴുവനും എന്നെ പ്രദക്ഷിണം ചെയ്യുകയും എനിക്ക് ഈ പദവി നൽകിയത് അള്ളാഹുവാണ് എന്ന് മഹാനവറുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അന കുതുബു അഖതാബിൽ വുജൂദി ബി അസ്രിഹ അന ബാസുഹും വൽ കുല്ലു യുദ്ആ ബി ഗിൽമാനി. ഞാൻ എല്ലാ കുത്തുബുകളുടെയും കുത്തുബാകുന്നു എന്ന് മഹാനവറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫമൻ ഫീ റിജാലില്ലാഹി നാല മകാനതി
വജദ്ദി റസൂലുള്ളാഹി ഫിൽ അസ്ലി റബ്ബാനി വലനൽ വിലായതു മിൻ അലസ്തു ബിറബ്ബികും വഇമാമുനൽ മഹ്ദി ഫഹുവ ഖിതാമുനാ. മഹാനവറുകൾ പ്രഖ്യാപിക്കുകയാണ്, അലസ്തു ബിറബ്ബികും എന്ന് അല്ലാഹു ചോദിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അള്ളാഹുവിന്റെ കുത്തുബുകളിൽപ്പെട്ട ആളാകുന്നു, ഞാൻ അന്ന് തന്നെ കുത്തുബാകുന്നു എന്ന് മഹാനവറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോ മഹാനവറുകൾ കുത്തുബാണെന്ന് മഹാൻ തന്നെ പ്രഖ്യാപിച്ചതാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ബാവ മുതുവിനും എന്നാണ് പറഞ്ഞത്. അഥവാ മുതുകിലാകുമ്പോൾ തന്നെ ആ സമയത്ത് കുത്തുബാണെന്ന് മഹാനവറുകൾക്ക് വിവരം കിട്ടി എന്നാണ് പറയുന്നത്. ഇങ്ങനെ വിവരം കിട്ടൽ സാധ്യമാണോ എന്നതാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് നമ്മെ എല്ലാവരെയും അള്ളാഹു ജീവിപ്പിക്കുകയും അങ്ങനെ നമ്മോടെല്ലാവരോടും അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ചപ്പോൾ ബല എന്ന് നമ്മളെല്ലാവരും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടല്ലോ. ആ ഒരു ലോകത്ത് ആരൊക്കെയാണ് ഔലിയാക്കന്മാരാവുക, ആരൊക്കെയാണ് കുത്തുബാവുക, ആരൊക്കെയാണ് പ്രവാചകന്മാരാവുക, ഇതെല്ലാം അള്ളാഹുവിന് മുൻപേ അറിയുന്നതാണ്. അള്ളാഹുവിന്റെ പണ്ടേ ഉള്ള അറിവാണതെല്ലാം. അപ്പൊ അന്ന് ആ നമ്മൾ ആലമുൽ അർവാഹിലാകുന്ന സമയത്ത് തന്നെ, അതിനു മുമ്പ് തന്നെ അള്ളാഹുവിന് അറിയാം ആരാണ് പ്രവാചകരാവുക, ആരാണ് കുത്തുബാവുക എന്നുള്ളത്. അപ്പൊ ആ ഒരു സ്ഥാനം, ആ ഒരു അറിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വലിയന് തന്നെ നൽകാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു മനുഷ്യൻ വലിയാകും, ഈ വ്യക്തി വലിയാകും എന്നുള്ളത് ഒരു പക്ഷേ അദ്ദേഹത്തിന് അറിയാതിരിക്കാം, ഒരു പക്ഷേ അദ്ദേഹത്തിന് അള്ളാഹു വിവരം കൊടുക്കാം. രണ്ടിനും സാധ്യതയുണ്ട്. അള്ളാഹു വിവരം കൊടുക്കില്ല, ആ വലിയന് അള്ളാഹു വിവരം കൊടുക്കില്ല എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിന് വിരുദ്ധമാണ്. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആനിൽ കാണാം, മഹാനായ മറിയം ബീവി റളിയല്ലാഹു അൻഹ, മറിയം ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ പ്രവാചകരല്ല, മുർസലീങ്ങളിൽപ്പെട്ട ആളല്ല, മറിച്ച് വലിയത്തായ ഒരു സ്ത്രീയാണ് ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. ആ മറിയം ബീവി റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു വലിയാക്കി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നബി വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ആൽ ഇംറാനിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാം, വഇദ് ഖാലത്തിൽ മലായികതു യാ മറിയമു ഇന്നല്ലാഹ സ്തഫാകി വതഖറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളെക്കാളും അവിടുത്തെ നാം പരിശുദ്ധമാക്കിയിരിക്കുന്നു, ശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറിയം ബീവിയെ വിലായത്തിന്റെ പ്രഖ്യാപനമായി അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ആ വലിയനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ കുത്തുബാണെന്ന് മുൻകൂട്ടി അറിയിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോ ഒരു പക്ഷേ ഇവിടുത്തെ പുത്തൻവാദികളായ ആളുകൾ ചോദിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ ഉണ്ടോ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കുത്തുബാകും എന്ന് വിശുദ്ധ ഖുർആനിൽ ഉണ്ടോ എന്ന് ചോദിച്ചേക്കാം. മറിയം ബീവി വലിയാണെന്ന് വിശുദ്ധ ഖുർആനിൽ ഉണ്ടല്ലോ, അതുകൊണ്ട് ബഹുമാനപ്പെട്ടവര് കുത്തുബാകുമെന്ന് വിശുദ്ധ ഖുർആനിൽ ഉണ്ടോ എന്ന് ചോദിച്ചേക്കാം. വളരെ പൊട്ടത്തരം എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല ഈ ചോദ്യത്തെ സംബന്ധിച്ച്. കാരണം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു വലിയ ജീവിച്ചിരിപ്പുണ്ട് എന്നത് തന്നെ വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് ജീവിച്ചിരിപ്പില്ല എന്നാരും പറയാറില്ല. എന്തുകൊണ്ട്? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജീവിക്കുന്നതിനും അവിടുന്ന് കുത്തുബാകുന്നതിനും വിശുദ്ധ ഖുർആൻ തടസ്സമുണ്ടോ ഇല്ലേ എന്നാണ് നമ്മൾ ഇവിടെ പരിശോധിക്കേണ്ടത്. അത് ഇല്ലതാനും. വിശുദ്ധ ഖുർആനിൽ ഏതായത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടാകാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുത്തുബ് ഉണ്ടാവാൻ പാടില്ലെന്നോ ഒരായത്ത് കൊണ്ടും തെളിയിക്കാൻ സാധ്യമല്ല എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, പിതാവിന്റെ മുതുകിലാകുന്ന സമയത്ത് എങ്ങനെയാണ് മഹാനവറുകൾ കുത്തുബാണെന്ന വിവരം മഹാനവറുകൾക്ക് ലഭിച്ചത് എന്നതാണ് അടുത്ത് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്കറിയാം, വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാത്തികും ലാ തഅലമുന ഷൈഅ. നിങ്ങൾക്ക് ഒരു വിവരവുമില്ലാതെയാണ് അള്ളാഹു നിങ്ങളെ ഈ ഭൂമി ലോകത്തേക്ക് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ ഒരു വിവരവുമില്ലാത്ത ഒരു വ്യക്തിക്ക് പിന്നെ എങ്ങനെയാണ് മുതുകിലാകുന്ന സമയത്ത് കുത്തുബാണെന്ന വിവരം കിട്ടിയെന്ന ഒരു പ്രശസ്തമായ ചോദ്യം നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഈ ചോദ്യത്തിന് ഒരു അർത്ഥവുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ നിങ്ങൾക്കൊരു വിവരവുമില്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം നമ്മളുടെ മാതാവാരാണെന്നോ പിതാവാരാണെന്നോ അതുപോലെ തന്നെ ഗർഭധാരണയെ സംബന്ധിച്ചോ അതിന്റെ വേദനയെ സംബന്ധിച്ചോ ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് വിവരമില്ല എന്നാണ്. അതല്ലാതെ
അല്ലാതെ ഒരു വിവരവും ഇല്ല എന്നല്ല ഇതിനർത്ഥം. അങ്ങനെയാണെങ്കിൽ പ്രസവിച്ച ഉടനെ കുട്ടിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടി വരും. എങ്ങനെയാണ് മുല കുടിക്കേണ്ടത്, എങ്ങനെയാണ് കരയേണ്ടത് എന്നൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടി വരും. ആരും ക്ലാസ് എടുത്ത് കൊടുത്തിട്ടല്ലല്ലോ കുട്ടി കരയാറുള്ളത്. പ്രസവിച്ച ഉടനെ കുട്ടി കരയണമെന്നാണല്ലോ നമ്മളൊക്കെ പറയാറുള്ളത്. അതുപോലെ തന്നെ കുട്ടി മുല കുടിക്കണമല്ലോ. അപ്പൊ ഇതൊക്കെ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടല്ല ഇതൊന്നും കുട്ടി ചെയ്യാറ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പേ സംവിധാനിച്ച, മുമ്പേ അല്ലാഹു ആ കുട്ടിക്ക് അറിവ് നൽകിയതാണ്. മാത്രമല്ല ഈ ആയത്തിൽ ഒരിക്കലും എല്ലാവർക്കും ഒരു അറിവ് ഉണ്ടാകില്ല എന്നല്ല പറഞ്ഞത്, മറിച്ച് അത് പൊതുജനങ്ങളുടെ കാര്യമാണ്. അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിക്കുന്നതിന് മുമ്പ് തന്നെ പല വിവരങ്ങളും നൽകുമെന്നത് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. നമുക്കറിയാം, പ്രസവിച്ച ഉടനെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിൽ നിന്ന് സംസാരിച്ച് നമുക്കറിയാം. ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ് എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മറിയമിലെ 30-31 ആയത്തുകളിൽ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ മറിയം ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ജനിച്ച കുഞ്ഞാകുന്ന ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ വളരെ ഗൗരവമുള്ള വിഷയമാണ് സംസാരിച്ചത്. ഞാൻ നബിയാണെന്ന് പറയുന്ന അത്യപൂർവമായ ഗൗരവമുള്ള ഒരു വിഷയം സംസാരിക്കുമ്പോൾ അതിന് എന്തായാലും ഈസാ നബി അലൈഹിസ്സലാമിന് മുൻകൂട്ടി കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുക എന്നുള്ളത് വളരെയധികം ഒരു യാഥാർത്ഥ്യമാണ്. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് മാമിയായ അഥവാ പാസ്റ്റ് ആയിട്ടുള്ള കഴിഞ്ഞുപോയ കാലത്ത് സൂചിപ്പിക്കുന്ന രൂപത്തിലാണ് പറഞ്ഞത്. ആതാനി എനിക്ക് തന്നിരിക്കുന്നു അൽ കിതാബ്, അതുപോലെ തന്നെ വജഅലനി നബിയ്യ, അതുപോലെ വജഅലനി മുബാറക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം പാസ്റ്റ് ആയിട്ട് കഴിഞ്ഞു പോയതായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകരാണെന്ന വിവരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായിട്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്കും ഇതുപോലെ അല്ലാഹു അവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഖുതുബാണെന്നും അവർ ഗൗസാണെന്നും അവർ മഹാനാണെന്നും വിവരം നൽകുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല എന്നാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജനിക്കുന്നതിന് മുമ്പ് വിവരം ഉണ്ടാവുക അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് അത് ആ മനുഷ്യൻ പ്രവാചകനാണ് എന്നൊന്നും അതുകൊണ്ട് വരികയില്ല. ഇപ്പോ വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുന്ന, നേരത്തെ ഞാൻ പറഞ്ഞു അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ റബ്ബ് തന്നെ, അള്ളാഹു നീ റബ്ബ് തന്നെയാണെന്ന് നമ്മൾ സമ്മതിച്ചു എന്ന് പറയുന്നു, ബല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കുറെ മനസ്സിലാക്കലും ചോദ്യോത്തരവും അതിന് മറുപടിയും ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സാധാരണക്കാർക്ക് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഇതൊക്കെ അസാധാരണക്കാരായ ആളുകൾക്ക് അവർ കുത്തുബാണെന്നും ഹൗസാണെന്നും മുൻകൂട്ടി നൽകുന്നതിന്, അള്ളാഹു അത് മുൻകൂട്ടി അറിയിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. അങ്ങനെ അറിയിച്ചു എന്നുള്ളത് കൊണ്ട് അവർ പ്രവാചകരാവുകയുമില്ല. അങ്ങനെയാണെങ്കിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകരാവണ്ടേ? മറിയം ബീവി റളിയല്ലാഹു അൻഹയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നിങ്ങൾക്ക് ഈസാ നബി അലൈഹിസ്സലാം എന്ന കുഞ്ഞുണ്ടാകുന്നുണ്ടെന്ന്, പ്രവാചകൻ ഉണ്ടാകുന്നുണ്ടെന്ന് മുൻകൂട്ടി വിവരം നൽകിയില്ലേ? അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അങ്ങനെ വഹി നൽകിയത് കൊണ്ട് മറിയം ബീവി വലിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായിട്ടില്ലല്ലോ. അങ്ങനെ ഒരു വഹി നൽകി എന്നുള്ളത് കൊണ്ട് മറിയം ബീവി പ്രവാചകരായോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽഹാം നൽകലുമുണ്ട്. നമുക്കറിയാം അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരിലുള്ള അബ്ദുൽ മുത്തലിബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നിപ്പിച്ചതാണ് കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിടണം. അങ്ങനെയാണ് മുഹമ്മദ് എന്ന പേരിട്ടതെന്ന് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അബ്ദുൽ മുത്തലിബ് പ്രവാചകരായി എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ വഹി ലഭിച്ചു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അത് പ്രവാചകരാവുകയില്ല. അതുപോലെ ഔലിയാക്കന്മാർക്ക് ഇത്തരം വെളിപാടുകൾ ഉണ്ടായതുകൊണ്ട് അവർ പ്രവാചകരാവുകയില്ല. വിശുദ്ധ ഖുർആൻ തന്നെ കാണാം, വിശുദ്ധ ഖുർആൻ പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല തേനീച്ചക്ക് വഹി നൽകിയിരിക്കുന്നു. അപ്പൊ തേനീച്ചക്ക് വഹി നൽകുക എന്ന് പറയുമ്പോഴേക്ക് തേനീച്ച പ്രവാചകരായി എന്ന് ആരും പറയുകയില്ല. അതുകൊണ്ട് വഹി ലഭിക്കുക, അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള ഇൽഹാം ലഭിക്കുക, കശ്ഫ് ലഭിക്കുക, അതുപോലെ അള്ളാഹു അവർക്ക് പ്രത്യേക വിവരം നൽകുക എന്നുള്ളത് കൊണ്ടൊന്നും ആ മഹാൻ പ്രവാചകരാവുക എന്ന പ്രശ്നമേ ഉണ്ടാകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് അല്ലാത്തവർക്കും ഇത്തരത്തിലുള്ള അറിവുകൾ നൽകുമെന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ വരിയുടെ രണ്ടാം ഭാഗത്തേക്കാണ്. ബാനം മതകളിലും കേളി മികച്ചോവർ എന്ന് പറഞ്ഞു. അതായത് 7 ആകാശത്തും കേളി മികച്ചവരാണ്, പ്രശസ്തി ഉള്ളവരാണ് മഹാനവറുകൾ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? മഹാനവറുകൾ ഈ ആകാശ ലോകത്ത് വലിയ പ്രശസ്തി ഉള്ളവരാണ് എന്ന് തന്നെയാണ് നമുക്ക് ചരിത്രം നോക്കിയാൽ മനസ്സിലാകുന്നത്. മാത്രമല്ല
ഭൂമിയിലുള്ളവർക്ക് ആകാശത്ത് പ്രശസ്തി ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോൾ യാതൊരു വിരോധവുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, ഒരാള് ഈ ഭൂമി ലോകത്ത് ദിക്ർ ചൊല്ലിയാൽ, അള്ളാഹുവിനെ സ്മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവനെ സ്മരിക്കുകയും അതുപോലെ തന്നെ അവനെ കുറിച്ചുള്ള സ്മരണ മലായിക്കത്തിന് മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു പറയുമെന്ന്, അവന്റെ സന്നിധാനത്തിൽ വെച്ചുകൊണ്ട് മലായിക്കത്തിനോട് പറയുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷ്യപ്പെടുത്തിയതായി വിശുദ്ധമായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരുപാട് ഹദീസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ഇദാ ദക്കർനി ഫൈൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, അവൻ എന്നെ സ്മരിച്ചാൽ ഞാൻ അവനെ സ്മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നു. അവനെ ഒരു കൂട്ടത്തിൽ വെച്ചുകൊണ്ട് അവൻ എന്നെ സ്മരിച്ചാൽ ഞാൻ അവനെ ആ കൂട്ടത്തിനേക്കാളും വലിയ കൂട്ടത്തിൽ വെച്ചുകൊണ്ട്, നല്ല കൂട്ടത്തിൽ വെച്ചുകൊണ്ട്, ഉന്നതമായ കൂട്ടത്തിൽ വെച്ചുകൊണ്ട് ഞാൻ സ്മരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഉന്നതമായ കൂട്ടം എന്ന് പറയുന്ന മലായിക്കത്തിന്റെ, ആലമുൽ അർവാഹാകുന്ന ആകാശലോകത്ത് സ്ഥിരവാസം ഉള്ള മലായിക്കത്ത്, ആ മലായിക്കത്തിന്റെ സന്നിധാനത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹു ഭൂമിയിലുള്ളവരെ സ്മരിക്കുമെന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലുള്ള പല ആളുകൾക്കും അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ, മലായിക്കത്തിൽ, അതുപോലെ തന്നെ ആകാശലോകത്ത് സ്ഥാനമുണ്ട് എന്ന് വിശുദ്ധമായ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. നോക്കൂ, നിങ്ങൾ ഫിർഔനിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദു, ആകാശവും ഭൂമിയും അവരുടെ പേരിൽ കരഞ്ഞിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൽ ഫിർഔനെ സംബന്ധിച്ച് പറഞ്ഞത്. ഫിർഔൻ വെള്ളത്തിൽ മുങ്ങിച്ചത്ത സമയത്ത്, ആ സമയത്ത് അള്ളാഹു പറഞ്ഞതാണ് ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദു, അത് സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്. അവർക്ക് ആകാശവും ഭൂമിയും കരഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ആകാശവും ഭൂമിയും കരയുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അവിടുന്ന് അർശ് പ്രകമ്പനമുണ്ടോ എന്ന് വിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ തന്നെ നമുക്ക് ഇത് കാണാൻ കഴിയും. അപ്പോൾ അൻ ജാബിർ റളിയല്ലാഹു അൻഹു സമീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇത്തസൽ അർശു ലിമൗതി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അർശ് തന്നെ പ്രകമ്പനം കൊണ്ടു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭൂമിയിലുള്ള ആളുകൾക്ക് ആകാശത്ത് സ്ഥാനമുണ്ട്, അവർക്ക് മലായിക്കത്തിന്റെ ഇടയിൽ സ്ഥാനമുണ്ട് എന്ന് ഇത് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ 7 ആകാശത്തും കേളി മികച്ചവരാണ് മഹാനവറുകൾ എന്ന് പറയുന്നത് കൊണ്ട് പ്രമാണങ്ങൾക്ക് യാതൊരു വിരുദ്ധവുമില്ല എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കന്മാരെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.